ഹലോ ഗുഡ് മോർണിംഗ് മൈ പീപ്പിൾ. അപ്പം വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ് ഓഫ് ഫ്രീ ജീസസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറേ നാളായിട്ട് നമ്മൾ ഇപ്പം മേടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു സാധനമുണ്ട്. അതെന്താണ്? മറ്റൊന്നുമല്ല, അത് നമ്മുടെ മൈക്കാണ്, നമ്മുടെ വയർലെസ് മൈക്ക്. അപ്പോൾ വയർലെസ് മൈക്ക് നമ്മൾ കുറേ നാളായിട്ട് മേടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ മേടിക്കാൻ ഉള്ള സമയം സാഹചര്യം ഒന്നും ശരിയായിട്ട് വന്നില്ല. അപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ അത് മേടിക്കാൻ നോക്കാൻ പോവാണ്. അതായത് നമ്മൾ ട്രിവാൻഡ്രത്ത് തകരപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇതുപോലെ വയർലെസ് മൈക്സ് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ വിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ചുമ്മാ ചെന്നാൽ അവിടെ തരത്തില്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ അത് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ട്രിവാൻഡ്രത്ത് തകരപ്പറമ്പിൽ ഏത് ഷോപ്പിൻ്റെ പേരെനിക്കറിയില്ല. അത് ഞാൻ അവിടെ പോയി നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളത് പോയി നോക്കാൻ പോവാണ്. നോക്കിയിട്ട് നമ്മളത് മേടിക്കും. നമ്മൾ നോർമലി സാധാരണ വ്ളോഗേഴ്സൊക്കെ മേടിക്കുന്ന മൈക്ക് അപ്പോൾ നമ്മൾ നോക്കുമ്പം ബേസിക്കലി സ്റ്റാർട്ടിങ് തന്നെ ഒരു 4000 ആണ്. 3000 4000 മുകളിലാണ് സ്റ്റാർട്ടിങ് റേഞ്ച് തന്നെ. പിന്നെ അവിടെ മുകളിലോട്ട് 10,000 20,000 അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഈ റേഞ്ചിലാണ് നോർമലി വയർലെസ് മൈക്സ് മേടിക്കുന്നത്. പക്ഷേ നമുക്ക് അത്രയും ബഡ്ജറ്റില്ല. നമ്മുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ താഴോട്ട് ആയതുകൊണ്ട്, പിന്നെ അതുപോലെ എന്നെ പോലെ തന്നെ കുറച്ചും കൂടെ ലോ ബഡ്ജറ്റിൽ നോക്കുന്ന ആൾക്കാർ അവിടെ കാണും, നിങ്ങളുടെ ഇടയിൽ തന്നെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ലോ ബഡ്ജറ്റിലുള്ള മൈക്ക് ഉണ്ടോ എന്ന് നോക്കാൻ പോകണം. അപ്പോൾ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അതായത് വളരെ ലോ ബഡ്ജറ്റിൽ, അതായത് ഈ 350 രൂപയ്ക്ക് ഒരു മൈക്ക്, 500 രൂപയ്ക്ക് രണ്ട് മൈക്ക് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. ചാത്തൻ സാധനമായിരിക്കും, ചൈനീസ് സാധനമായിരിക്കും. നമ്മൾ ഈ ചൈനീസ് എന്ന് പറയുമ്പോൾ ചാത്തെന്ന് പറയുന്നത് തെറ്റാണ് ഒന്നാമത്തെ കാര്യം. കാരണം ചൈനീസ് പ്രോഡക്ട്സ് ആർ വെരി ഗുഡ് പ്രോഡക്ട്സ് മിക്കപ്പോഴും. അതുകൊണ്ട് നമുക്ക് നോക്കാം. പിന്നെ അവിടെ ചെന്ന് നോക്കിയാലേ നമ്മൾ പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഐറ്റമാണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമാണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് അവിടെ പോയി നോക്കിയിട്ട് സംഭവം കൊള്ളാമെങ്കിൽ ഞാൻ എടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ എടുക്കത്തില്ല. എന്ന് വെച്ചാൽ അത് പൊട്ട സാധനമാണ്, ലോക്കൽ സാധനമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് മേടിക്കത്തില്ല. കാരണം അങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മൾ നോക്കും, ഞാനത് അവിടെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ കടയൊക്കെ അവിടെ ചെന്ന് നോക്കിയിട്ട്, എനിക്ക് അറിയത്തില്ല കടയുടെ പേര്, അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. അവിടെ ചെന്ന് നോക്കിയിട്ട് കട ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കടയുടെ പേരും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ ഉറപ്പ് പറയുന്നില്ല. നോക്കിയിട്ട് ഒരുവിധം നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കടയിൽ നോക്കും. ഓക്കെ, അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൈനലി അങ്ങനെ നമ്മൾ വയർലെസ് മൈക്ക് നമ്മൾ മേടിക്കാൻ നോക്കാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ പഴയ തകരപ്പറമ്പ് റോഡിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തിലെ തകരപ്പറമ്പ്. നമ്മുടെ 90s കിഡ്സിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥിരം വരുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്ന ഏരിയയാണ് തകരപ്പറമ്പ്. 90s എന്ന് പറയുമ്പോൾ ഏർലി 90s എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് തകരപ്പറമ്പ് റോഡ്. നമുക്ക് പതുക്കെ ഇനി ഓരോ കടയായിട്ട് നോക്കാം. ഞാൻ ഓരോ സൈഡായിട്ട് നോക്കുന്നത്. പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 സൈഡിലുണ്ട്. അപ്പം ആദ്യം ഒരു സൈഡ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. കുറേ കടകളിൽ കയറി, പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടായില്ല. ഞാൻ വേറെയും കുറച്ച് കടകളിൽ കയറി നോക്കട്ടെ, വല്ലതും നടക്കുമെന്ന് നോക്കാം. ഇത് ഇവിടെ ഒരു ഓഡിയോ വേൾഡ് എന്ന് പറഞ്ഞൊരു കട കാണുന്നുണ്ട്. അത് അവിടെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ സാധനം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് ഇപ്പം മനസ്സിലായി. നമ്മുടെ സാമ്രാട്ട് ബാർ, നമ്മുടെ പഴയ ബാറാണ് സാമ്രാട്ട് ബാർ. നമ്മൾ സ്ഥിരം പോയ ഞാനും സുനിലും ജേക്കബൊക്കെ അതുപോട്ടെ, നമ്മുടെ മാറ്ററിൽ പോയി. ഓക്കെ, അവിടെ കയറി നോക്കാം. അപ്പം ആ ഓഡിയോ വേൾഡിൽ ഇല്ല ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ വയർലെസ് മൈക്കില്ല. ഇതാണ് അപ്പുറത്തെ സൈഡ്. ഇനി അപ്പുറത്തെ സൈഡും കൂടെ കയറി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ട് വല്ലതും നടക്കുമോ നോക്കാം. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല വല്ലതും നടക്കില്ല. എന്തായാലും നോക്കാം. മതിയായി ഗൈസ്, തളർന്നു. അപ്പുറം നോക്കി ഇപ്പുറം നോക്കി എല്ലാം നോക്കി, നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, ചെറിയുടെ പ്രോട്ടീൻ ഫുഡ് തയ്യാറാക്കുന്നു. ഹെൽത്തി ഫുഡ് തയ്യാറാക്കുന്നു. ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തോന്നായിരുന്നു? അല്ലെങ്കിൽ മീറ്റിംഗ് ആയതുകൊണ്ട് ഇനി ഡിന്നർ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. യെസ്, ഇതൊക്കെയാണ് ഇപ്പോൾ ചെറിയുടെ ഫുഡിങ്സ്. യെസ്, ഇത് എന്തൊക്കെയാണെന്ന് ഇതൊക്കെയല്ല, ഇത് ഒരു നേരം കഴിക്കാറുള്ളൂ. സാധാരണ ഫുഡാണ് കഴിക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഒരാളാണ്.
അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരമാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഞാനിത് ഡിന്നറിന് കഴിക്കാം. അതെ, കറക്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആളാണ് ഗൈസ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലെ എണീക്കുക എന്നൊരു ചടങ്ങുണ്ട്. അതില്ലാത്തത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആളാണ്. അതെ, ബ്രേക്ക്ഫാസ്റ്റ് എണീക്കാത്തോണ്ടല്ലേ? എണീക്കാത്തോണ്ടാണ്. പക്ഷെ എന്നാലും 3 നേരം കഴിക്കാറില്ലല്ലോ, അത് പറയണല്ലോ നമ്മളെപ്പോഴും. 3 നേരം കഴിക്കണം, കുഴപ്പമൊന്നുമില്ല. 3 നേരം കഴിക്കണം. അല്ലാതെ 3 നേരം കഴിക്കണം, അതാ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ തുടങ്ങിയതാ. ഇതില് ഓവർനൈറ്റ് ഓട്സ്, പിന്നെ ഓവർനൈറ്റ് ഓട്സ് ആൽമണ്ട് മിൽക്കിൽ സോക്ക് ചെയ്തിട്ട് ആപ്പിള് ഇടും. ഇത് സൺഫ്ലവർ സീഡ്സ്. ഇത് പംകിൻ സീഡ്സ്. അതെ, ഇത് റിച്ച് ഇൻ ഒമേഗ ഫൈബർ. ഇത് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ മധുരം കഴിക്കണം എന്നുള്ള ഒരു ഇത് തോന്നുന്നു നമുക്ക്. ഇത് കഴിക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ടിരിക്കും. ബൈ. Ladies and gentlemen, Milikutti is here. നീ വാ, നീ പാടി, ഇവിടെ പാടി. എന്നെ വിളിച്ചാൽ നല്ല അനുസരണം ഉള്ളതുകൊണ്ട് വിളിച്ചിട്ട് കാര്യമില്ല. കടാ, ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടോ? അതാണ് മിലി. പക്ഷെ സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഹായ് ഗൈസ്, തിരിച്ചു വന്നു. നമ്മൾ വീട്ടിലെത്തി. പോയിട്ട് എന്തായെന്ന് വെച്ചാൽ നമ്മൾ പോയ കാര്യം നടന്നു എന്ന് വെച്ചാൽ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കി. ഇതുപോലെ പല കടകളിലും കയറി മൈക്കൊക്കെ നോക്കി, അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പോയ കാര്യം ഓക്കെയാണ്. നമുക്ക് പല റേറ്റ്സും അതിൻ്റെ ഓരോ മൈക്കിൻ്റെ ഏതൊക്കെ ബ്രാൻഡുണ്ട്, അതിന് ഏതൊക്കെ ഫങ്ഷനാലിറ്റിയും കാര്യങ്ങളും പിന്നെ ഇവിടെ എന്തൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ പോയത് നന്നായി. പക്ഷേ പോയ കാര്യം നടന്നു എന്ന് ചോദിച്ചാൽ നടന്നില്ല. കാരണം ഞാൻ മേടിച്ചില്ല. കണ്ടായിരുന്നു, 1-2 നല്ല സാധനങ്ങൾ കണ്ടു. അതായത് പോട്രോണിക്സിൻ്റെ 2 മൈക്ക് കണ്ടു, നല്ല മൈക്ക് കണ്ടു. ബട്ടൺ മൈക്ക് ഒരെണ്ണം കണ്ടു, പിന്നെ അല്ലാതെ മറ്റേ സ്റ്റിക്ക് പോലെ വരണതും കണ്ടായിരുന്നു. അത് രണ്ടും കൊള്ളായിരുന്നു. സ്റ്റിക്ക് പോലെയല്ല, സോറി, ബട്ടൺ മൈക്കും പിന്നെ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ചെറിയൊരു പെബിൾ പോലത്തെ ഒരെണ്ണം. ഈ 2 എന്താ പറയണത് എനിക്കറിയില്ല. ഈ 2 മൈക്ക് കണ്ടു. ഈ 2 മൈക്ക് കൊള്ളായിരുന്നു ഗൈസ്. പക്ഷേ മേടിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടുത്തെ തകരപ്പുറം, ഞാൻ കട പറയുന്നില്ല കാരണം അത് വെറുതെ നമ്മൾ കടയ്ക്ക് പണി കൊടുക്കണ്ട. അപ്പം ഒരു കടയിൽ ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നൊരു കടയിൽ തകരപ്പുറം റോട്ടിൽ അവിടെ പോയിട്ട് ഈ സാധനം കണ്ടു. അപ്പം ഇവർ പറഞ്ഞ റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബട്ടൺ മൈക്ക് എന്ന് പറഞ്ഞ 2700, അല്ല സോറി, ബട്ടൺ മൈക്ക് എന്ന് പറഞ്ഞത് 2700 ആണ് പറഞ്ഞത്. പിന്നെ ഈ മറ്റേ സ്ക്വയർ ഷേപ്പിൽ പെബിളിൽ പോലെ ഇരിക്കുന്നത് അവർ പറഞ്ഞാൽ 3400 ആണ്. ഇത് രണ്ടും പോട്രോണിക്സിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ആമസോണിൽ ജസ്റ്റ് ഒന്ന് ഈ സാധനം, ഈ സെയിം ബ്രാൻഡ്, ഈ സെയിം സാധനം പ്രോഡക്റ്റ് ആമസോണിലുണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഇത് 2 ആമസോണിലുണ്ട്. ഇപ്പോൾ 2 ആമസോണിലുണ്ടെന്ന് മാത്രമല്ല, രണ്ടിനും ഒരു 700 രൂപ വില കുറവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഓൺലൈനിൽ ഇത്രയും വ്യത്യാസം വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓൺലൈൻ ഞാൻ വിചാരിച്ചിരുന്ന പണ്ടൊക്കെ നമ്മൾ 90s കിഡ്സിൻ്റെ ഏറ്റവും ഫേവററ്റ്, നമ്മൾ ഭീമപ്പള്ളി എന്നൊക്കെ പറയും പോലെ ട്രിവാൻഡ്രത്തെ നമ്മളുടെ ഏറ്റവും സ്ഥിരം ഗോ ടു പ്ലേസാണ് നമ്മളുടെ തകരപ്പുറം. അതായത് അവിടെ എല്ലാം കിട്ടും. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഇല്ലാത്ത, ഔട്ട് ഓഫ് പ്രൊഡക്ഷൻ ആയ സാധനങ്ങൾ, പഴയ സാധനങ്ങൾ, ബാറ്ററീസ്, അത് ഇത് എല്ലാ സർവ്വ സാധനങ്ങളും വില കുറച്ച് തകരപ്പുറമ്പ് കിട്ടുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മൈൻഡിലാണ് ഞാൻ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ ചെന്നപ്പം നമ്മൾ നോർമലി ഓൺലൈനൊക്കെ ഉള്ളതിനെക്കാട്ടിലും വില കൂടുതലാണ് അവരിപ്പോൾ വിൽക്കുന്നത്. അതായത് 700 രൂപ, 700, അറൗണ്ട് 700 to 800 റുപ്പീസ് കൂടുതലാണ് അവരിന്ന് ആ പ്രോഡക്റ്റിന് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. ഒബ്വിയസ്ലി ഞാൻ വന്നു, കാരണം നമുക്കത് ഓൺലൈനിൽ ഇത്ര ചീപ്പായിട്ട് കിട്ടുമെങ്കിൽ ഓൺലൈൻ മേടിച്ചാൽ പോരെ. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. എൻ്റെ പോയ കാര്യം കൃത്യമായിട്ട് നടന്നില്ല. പക്ഷെ നമുക്കത് അറിയാൻ പറ്റി, അതുകൊണ്ട് കൊള്ളാം. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഓൺലൈൻ തന്നെ മേടിക്കാനാണ് എൻ്റെ പ്ലാൻ. ഇനിയിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലും ഏതാണ് ഏറ്റവും നല്ലത് ഓൺലൈൻ മേടിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉടൻ തന്നെ മിക്കവാറും ഇന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്യും ഓൺലൈൻ. എന്നിട്ട് നമ്മൾ
അതിന് ഒരു പ്രോപ്പർ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പോയ കാര്യം ഓൾമോസ്റ്റ് നടന്നു ഗൈസ്. നമുക്കൊരു തീരുമാനമായില്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് സംഭവം കിട്ടിയല്ലോ. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ വേറെ ഒന്നുമില്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിഷമത്തിൽ പിന്നെ വെളിയിറങ്ങി നമ്മളുടെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് ഒരു ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡിങ്സൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ജോളിയായി. അപ്പം ആ വിഷമം കുറച്ചൊന്ന് മാറി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ വയർലെസ് മൈക്ക് മേടിക്കാൻ പോയതിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് വ്ളോഗേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും പറ്റിയ വയർലെസ് മൈക്ക് നമ്മുടെ ഓൺലൈനിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. വേറെ സ്ഥലങ്ങളിൽ വേറെ കടകളിൽ കാണും, പക്ഷേ ഞാൻ തകരപ്പറമ്പ് പോയൊരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലായത് ഓൺലൈൻ മേടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. പിന്നെ ഓൺലൈൻ മേടിക്കുമ്പോൾ നല്ല സാധനമാണോ വരുന്നത് അതോ പൊട്ട സാധനം അടിച്ചു പോയ സാധനമാണോ വരുന്നത് അതൊക്കെ നമ്മളുടെ തലവരെ പോലെ ഇരിക്കും, ദൈവത്തിൻ്റെ കയ്യിലാണ്, നമുക്കറിയില്ല. എന്തായാലും മേടിച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അപ്പം ഓൺലൈൻ തന്നെ മേടിക്കാം. അപ്പോൾ നിങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കൂ. വെറുതെ കാശ് കടയിൽ പോയി അവരൊരു കാശ് പറയുമ്പോൾ ഉടനെ ചാടി കയറി നമ്മൾ പേയ്മെൻറ്റ് നടത്തി സാധനം മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാതിരിക്കൂ. നിങ്ങളത് ഫോട്ടോ എടുത്ത് വയ്ക്കൂ. നിങ്ങൾ അതിൻ്റെ മോഡൽ നെയിം നമ്പർ നെയിമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കടയിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ ഒന്ന് നോക്കുക. അത് ഓൺലൈൻ എത്രയാണെന്നുള്ളത് എപ്പോഴും ചെയ്യണം. ഓൺലൈൻ നോക്കിയിട്ട് എത്ര രൂപ നോക്കുക. അപ്പം ചിലപ്പോൾ ഓൺലൈനും കാട്ടിലും കുറവായിരിക്കും ആ കടയിൽ, ചിലപ്പോൾ കൂടുതലായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല, ഒരു കട പോലെ ഇരിക്കും. അപ്പോൾ അത് കുറവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കടയിൽ നിന്ന് മേടിക്കുക. അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ കടയെടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി ഓൺലൈൻ മേടിക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പോലെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി എൻ്റെ അടുത്ത വീഡിയോ ഇനി അൺബോക്സിങ്, ഈ മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്നും ഞാൻ ഉറപ്പ് തരുന്നില്ല, കാരണം അത് എപ്പോഴാണ് അത് വരിക എന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, വർക്കൗട്ടൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.